കൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്തത് മീറ്റ് ദ മല്ലൂസ്. നായർ വെൽഫെയർ അസോസിയേഷൻ താനയിലാണ് ഇന്നത്തെ നമ്മുടെ മീറ്റ് ദി മല്ലൂസ് പരിപാടി ചെയ്യുന്നത്. ഇവിടുത്തെ നായർ വെൽഫെയർ അസോസിയേഷന്റെ പ്രത്യേകതകൾ, അവർ കുറെ സോഷ്യൽ ആക്ടിവിറ്റീസിലും കുറെ പരിപാടികളും, ഇവിടെ നല്ല ശക്തമായ ഒരു യൂത്ത് ടീം തന്നെ ഉണ്ട്. അപ്പൊ എല്ലാ വർഷവും പ്രോഗ്രാംസും കാര്യങ്ങളായിട്ട് ഇവർ കുറെ ആൾക്കാർക്ക് വെൽഫെയർ ആയിട്ട് കുറെ ചാരിറ്റി പ്രോഗ്രാംസും നടത്താറുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഇവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം നമ്മുടെ പരിപാടി തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു ഫോർമാലിറ്റി തിരുത്തായിരിക്കാം അല്ലെ. നമുക്ക് 2 ടീമായിട്ട് ഡിവൈഡ് ചെയ്യണം. 2 ടീം ക്യാപ്റ്റൻസ് വേണം. ആദ്യം എന്തായാലും ടീം തിരിച്ചിട്ട് അവരുടെ ക്യാപ്റ്റൻസിനെ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, തുടങ്ങാം. നമ്മൾ 2 ടീം ക്യാപ്റ്റൻസിനെ പരിചയപ്പെടാം. അപ്പൊ എന്റെ ടീമിലെ ക്യാപ്റ്റൻ വരും. എന്തൊരു നാണം. അദ്ദേഹത്തിന്റെ പേരെന്ന് വരും വിവേക് വിപിൻ കുമാറാണ് എന്റെ അടുത്ത് നിൽക്കുന്നത്. എന്റെ ടീം ക്യാപ്റ്റൻ ഒന്ന് മുന്നോട്ടേക്ക് വാ. ഈ ഭാഗത്തായിട്ട് ഞാൻ സ്വരാജ് പിള്ളയും വിവേകായിട്ടുമാണ് 2 ടീമിലെ ക്യാപ്റ്റൻസ്. അപ്പൊ ഏട്ടാ, നമുക്ക് ഇന്നത്തെ ഗെയിംസും ഇന്നത്തെ പരിപാടികളും നമ്മൾ തന്നെ ജയിക്കില്ലേ? സംശയമുണ്ടോ? ഒരു സംശയമില്ല. നമ്മൾ വിട്ടുകൊടുക്കോ? പിന്നെ ഞങ്ങൾക്ക് സംശയം നിങ്ങൾ ജയിക്കുമെന്ന്. നമുക്ക് ആദ്യത്തെ ഗെയിം കൊടുക്കാം അല്ലെ സ്വരാജ്? ഡയലോഗ് പഠിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സീന് കാണാം അല്ലെ. നാട് നന്നാവില്ല, പക്ഷെ ഒന്ന് മനസ്സ് വെച്ചാ മതി, താൻ നന്നാവും. കണ്ടില്ലേ, എനിക്ക് ഇദ്ദേഹത്തെ പോലെ കപടമൊന്നുമില്ല. ഫോർ മീ പൊളിറ്റിക്സ് മീൻസ് പവർ ആൻഡ് പവർ മീൻസ് ബിസിനസ്. Correct. And now you have dared to challenge both my power and my business. എന്റെ ടീമെന്ന് ഒരു കുറച്ച് പേര് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ ആദ്യം തുടങ്ങിക്കോളൂ. ഞാൻ എന്റെ ടീം തന്നെ ആദ്യം തുടങ്ങാം. ഇവരായിട്ട് ആരാണ് നമ്മുടെ ടീമിൽ വരുന്നത്? പ്രകാശാണ്. അങ്കിൾ ഒന്നുകൂടി പേര് പ്രകാശൻ. നല്ലൊരു വീഡിയോ എടുത്തേ. അപ്പോ പ്രകാശനങ്ങൾ ഡയലോഗ് കാണിച്ചു പറയണല്ലേ. ടെക്നിക്ക് ഇവിടെ കിട്ടി. അങ്ങള് പോളവളം എല്ലാത്തിന്റെയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഭാഷ. മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, നാട് നന്നാവില്ല. ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണ. പോ മാറിക്കോളൂ, ഡാഡി മാറാൻ കുറച്ചുകൂടെ അടുത്തിടപഴകിയാ മതി. അപ്പൊ എന്തായാലും അങ്കിൾ അങ്ങളുടെ പേരെന്ന് പറയും. അരവിന്ദൻ നായരുടെ പേര്. അരവിന്ദൻ നായരുടെ. ഡയലോഗ് പറയാൻ റെഡിയല്ലേ? അതെ, മുരളി സാറിന്റെ ഒരു അടിപൊളി ഡയലോഗാണ് കാച്ചിക്കൊള്ളു. ഈ നാട് നന്നാവില്ല. അയ്യോ, പക്ഷേ ഇമോഷണലായി സംസാരിക്കുന്നതിനിടയിൽ തമാശ അടുക്കള കാര്യം നോക്കിയാൽ മതി. കുടുംബാരി നടന്നുണ്ടോ? എന്റെ പേര് പറയും. ചന്ദ്രൻ. എന്തായാലും ഡയലോഗ് വെച്ചോ. നല്ലൊരു വീഡിയോ എടുത്തേ ചന്ദ്രങ്ങളുടെ. അതാണ് എന്റെ അമ്മയോട് നോക്കിയതാണോ? അല്ല, ഓക്കെ അല്ലേ? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. മിണ്ടായിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നാട് നന്നാവില്ല. കണ്ടില്ലേ? പക്ഷെ ഒന്ന് മനസ്സ് വെച്ചാ മതി, നീ നന്നാവും. എനിക്ക് എന്നെ പോലെ കപടമൊന്നും. ഫോർ മീ പൊളിറ്റിക്സ് മീൻസ് പവർ, പവർ മീൻസ് ബിസിനസ്. What a bombastic explosion! Such a terrific discourse. ഓക്കെ, ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരു സുന്ദരിക്കുട്ടി റെഡി ആയിട്ടുണ്ട്. എന്റെ പേര് രേവതി. അപ്പം എന്തായാലും ഒന്ന് കാച്ചിക്കൊടുക്കാം. മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നാട് നന്നാവില്ല, പക്ഷെ ഒന്ന് മനസ്സ് വെച്ചാ താൻ നന്നാവും.
എനിക്ക് ഇയാളെ പോലെ കപടമൊന്നുമില്ല. ഫോർ മീ പൊളിറ്റിക്സ് മീൻസ് പവർ ആൻഡ് പവർ മീൻസ് ബിസിനസ്. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ, ഇവനാണ് നടൻ. അതെ, ഒരു പുലി മുരുകനാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. ശ്രീകാന്ത് സാർ, ആ ഡയലോഗ് മറക്കണായിട്ട് മുന്നേ ഡയലോഗ് ഒന്ന് കാച്ചിക്കൊള്ളു. ഈ നാട് നന്നാവില്ല, നന്നാക്കാൻ നോക്കിയിട്ട് കാര്യവുമില്ല. പക്ഷേ നീ വിചാരിച്ച നന്നാകും. ഫോർ മീ പൊളിറ്റിക്സ് മീൻസ് പവർ ആൻഡ് പവർ മീൻസ് ബിസിനസ്. വിശ്വനാഥൻ കടങ്കഥയുടെ ഉത്തരം ഏതാണ്ട് ടീം ലീഡർ മിണ്ടായിരുന്നിട്ട് കാര്യമില്ല, ഈ നാട് നന്നാവൂല. ചളമായെന്നാ തോന്നുന്നു. ശത്രുക്കളോട് പോലും ഇത് ചെയ്യരുതാ ദ്രോഹി. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് കിടക്കാൻ വിനിജ. നെക്സ്റ്റ് സെഗ്മെന്റ് ആണ് ഡബ് സ്മാഷ്. ഡബ് സ്മാഷിൽ നമ്മുടെ ആദ്യത്തെ സിനിമ ഏതാണ് വിനിജ? നമുക്ക് ചതിക്കാതെ ചന്തുവല്ലേ, നമ്മുടെ സലീം കുമാറിന്റെ സ്റ്റെപ്പ് ഇട്ട് കളിക്കാം. ഓക്കെ ഓക്കെ. അപ്പം എന്റെ ടീമിൽ നിന്നും രേവതി, സുന്ദരിക്കുട്ടി, രേവതി, സനീഷ്, വിഷ്ണു. എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയി. ഒറ്റ കീറ് വെച്ചതാണല്ലോ. ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാറ്റിക്കരുത് സാർ. മൈക്കൽ ജാക്സന്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ടും കണ്ണിയാ കുത്തിപ്പിടിക്കും. അയ്യോ, സിഗരറ്റ് കിട്ടും. എല്ലാ പടത്തിനും താൻ ഈ സെയിം സ്റ്റെപ്പ് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? എല്ലാ സിനിമയിലും താൻ ഈ സെയിം ക്യാമറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ഷൂട്ടിങ്ങിനും ഇതേ എന്ന് തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ? പിന്നെ ഡാൻസിന് മാത്രം എന്തൊരു ചേഞ്ച്? എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയി. ഒറ്റ കീറ് വെച്ചതാണല്ലോ. ഡാൻസേഴ്സിന്റെ മുമ്പിൽ വെച്ച് നാറ്റിക്കരുത് സാർ. മൈക്കൽ ജാക്സന്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ടും കണ്ണിയാ കുത്തിപ്പിടിക്കും. അയ്യോ, സിഗരറ്റ് കിട്ടും. എല്ലാ പടത്തിനും താൻ ഈ സെയിം സ്റ്റെപ്പ് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? എല്ലാ സിനിമയിലും താൻ ഈ സെയിം ക്യാമറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ഷൂട്ടിങ്ങിനും ഇതേ എന്ന് തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ? പിന്നെ ഡാൻസിന് മാത്രം എന്തൊരു ചേഞ്ച്? അടിപൊളിയായിട്ട് ഇന്നത്തെ സെഗ്മെന്റ്സും ഇന്നത്തെ ഗെയിംസും കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇവരെ നിരാശപ്പെടുത്തുന്നില്ല അല്ലെ? ഇവർക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് നമുക്ക് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് നമുക്ക് ഇവർക്ക് കൊടുക്കാവുന്ന ഗിഫ്റ്റ്? മീനുമായിട്ട് നടക്കുന്ന ഒരുപാട് ഗിഫ്റ്റ് വൗച്ചേഴ്സും ഗിഫ്റ്റ് കൂപ്പൺസും ആണ്. ആദ്യം തന്നെ എന്റെ ടീമിൽ നിന്ന് അഭിനയിച്ച ടീമില്ലേ, വിവേകേട്ടന്റെ ടീമിനെ വിളിക്കാം. എല്ലാവരും ഒന്ന് കൈയടിച്ചൊന്ന് സാധിക്കും. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചോളൂ. മീനുമായിട്ട് നടക്കുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് വൗച്ചറാണ്. ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മീനു മാർട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കൂപ്പൺസും ഗിഫ്റ്റുകളുമാണ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാ ഞായറാഴ്ചയും 2 മണി മുതൽ 2:30 വരെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫോർ മീറ്റ് ദി മല്ലോസ്. 1 2 3 മീറ്റ് ദി മല്ലോസ്. കേരള ഗൈഡ്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.